നമ്മളൊക്കെ തന്നെ നൊസ്റ്റാൾജിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലേ. അതുപോലൊരു നൊസ്റ്റാൾജിക് സംഭവമാണ് ദാ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. നമ്മൾ 2K കിഡ്സിന് ഇതിൻ്റെ വാല്യൂ മനസ്സിലായില്ലെങ്കിലും 19 കിഡ്സിനോട് ചോദിച്ചാൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അവർ പറഞ്ഞുതരും. പിന്നെ ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. എന്തായാലും കൂട്ടത്തിൽ അറിയാമെന്നുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട്. അറിയാത്തത് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ആദ്യമേ ഞാൻ വെച്ച 2 മിഠായികളുടെ പേര്, ഒന്ന് ജോക്കർ മിഠായി, പിന്നെ ഒന്ന് ചൗ മിഠായി, പിന്നെ ബീഡി മിഠായും. ഈ സംഭവത്തിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല, അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ. ഇതാ അതുപോലെ ഇതും. പിന്നെ ഞാൻ എന്തിനാണപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കാണിക്കുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നമുക്കിന്ന് ക്യൂട്ടായിട്ടൊരു നൊസ്റ്റാൾജിക് ബോക്സ് റെഡിയാക്കേണ്ടതുണ്ട്. ഈ പഴയ കാലത്തിലോട്ട് നമ്മളെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് ഈ ഒരു ബോക്സിനുള്ളിൽ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ നാട്ടിലൊന്നും ഇതിപ്പോൾ അവൈലബിൾ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നമ്മളിവിടെ കുറേ അന്വേഷിച്ചു, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടാനില്ല. ഈ ഒരു ഹാമ്പറിൽ വെക്കാൻ മിഠായികൾ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ വീട്ടിലത്തേക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജോക്കർ മിഠായി എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാലം മാറുന്നതിനോടൊപ്പം ബാക്കിയുള്ള മിഠായികൾക്ക് ടേസ്റ്റിനും വ്യത്യാസം വരാം. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഈ ഒരു ഗിഫ്റ്റ് റിസീവ് ചെയ്ത ആൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ മിഠായികളൊക്കെ വെച്ച് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മിഠായി പൊതിയുടെ ഫൈനൽ ലുക്ക്. പഴമയിലേക്ക് പോകുന്നത് എന്തായാലും ഇനി സാധ്യമല്ല. എന്നാലും ഇതുപോലുള്ള നൊസ്റ്റാൾജിക് മിഠായികൾ കഴിക്കുമ്പോൾ നമ്മുടെ പഴയ ഓർമ്മകൾ നമ്മളിലോട്ട് ഓടിയെത്തും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു നൊസ്റ്റാൾജിക് ഗിഫ്റ്റ് ബോക്സിൻ്റെ പിന്നിലെ കഥകൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.